നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിലേക്ക് വെറൈറ്റി കൊണ്ടുവരണം. അൽഗരിതത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല. എനിക്ക് 5 or 6 millions എങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ 5 yearsൽ ടിക്ടോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തേനെ. പ്രോപ്പർ ആയിട്ടുള്ള തിയേറ്റർ ആക്ടേഴ്സിനെയും അല്ലാത്ത ആക്ടേഴ്സിനെയും എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ച് തന്നെ അവരുടെ പടം പ്രൊമോട്ട് ചെയ്യണം. സോ വൈ നോട്ട് കാസ്റ്റ് ദം ഇൻ യുവർ മൂവി? Comment box is like, okay, you have to be like that lady. എനിക്കത് റൈറ്റ് ആയിട്ട് തോന്നുന്നില്ല. ഞാൻ അതിനെതിരാണ്. എന്നിട്ട് ഇവര് വീഡിയോ ഇടുന്നത് എന്റെ ഇക്ക അത് പറഞ്ഞു തോന്നിവാസം ചെയ്തിട്ടും അവർ വന്നിട്ട് എന്ന് പറയും. ആൻഡ് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ. സത്യത്തില് അതിലെ പകുതി ആൾക്കാർക്കും അതൊരു ട്രാൻസ് മെൻ ആണെന്ന് അറിയില്ല. ഒരു സെക്ഷൽ റിലേഷൻ ആയിരിക്കും, വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. I don't regret for making that statement. Like there was a systematic degradation that was happening. പക്ഷെ ദി amount of rape cases that is happening, അതിന്റെ കണക്ക് എടുക്കുകയാണെങ്കിൽ യു ഹാവ് ടു എന്താ ഫിയർ അതിനെ. Hello everyone, welcome to Timeline Conversation. Actually, ഇന്നൊരു ഡിസ്കഷൻ ആണ്. And on the round table today, we have some of your favorite Malayalam content creators. And I'm so elated to welcome Azza, Kirtana Ravindran, Amna Nijam and Deepa Rani to the creator circle, Women Who Share Stories. Welcome everyone. So, how are you? Fine. Good. Okay, so content creation എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസ് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. പക്ഷേ അതിന്റെ പിന്നിൽ യു ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ്, സ്ട്രഗിൾസ് ടു ഷെയർ. അപ്പം ഹൗ ഡിഫിക്കൾട്ട് ഇസ് കോണ്ടന്റ് ക്രിയേഷൻ? ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പം ടു ബി കൺസിസ്റ്റന്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി. കൺസിസ്റ്റൻസി ലൈക്ക് ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ 2015 വീഡിയോ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഇറ്റ്സ് ബീൻ 10 years. ആ 10 years കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. കൺസിസ്റ്റൻസി മാത്രം പോരാ, ഇപ്പൊ പെർഫെക്ഷൻ കോമ്പറ്റീഷൻ ആണ് അല്ലേ. ചുമ്മാ പണ്ടത്തെ പോലെ ഒരു വീഡിയോ ഇട്ടാലും അതേപോലെ കയറത്തില്ല. സോ ടിക്ടോക്കിലാണ് തുടങ്ങിയത്. ഡബ് സ്മാഷ് ടിക്ടോക്ക് അങ്ങനെ. അപ്പോൾ നമ്മൾ പെർഫെക്ഷൻ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് അത്രയും ഹാർഡ് വർക്ക് അതിന്റെ ബിഹൈൻഡ് പുട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. 1 minute ഡ്യൂറേഷനിൽ നിങ്ങൾ കാണിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ബിഹൈൻഡ് ദ സീൻസ് ഉണ്ടാവുമല്ലോ. അപ്പോ യുനോ അതൊരു കേക്ക് വാക്ക് അല്ല. അതെങ്ങനെയായിരുന്നു? ഞാൻ എന്നോട് ചോദിക്കുന്നു വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെ ഇപ്പം നമ്മളിപ്പോ ഒരു 15 സെക്കൻഡ് വീഡിയോസോ അല്ലെങ്കിൽ ഒരു മിനിറ്റിന്റെ വീഡിയോസോ ഒക്കെ എടുക്കുമ്പോൾ ഇപ്പം ഇത്രയും ആളുകൾ നമ്മളൊരു ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത്രയും വെറൈറ്റി കൊണ്ടുവരണം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിലേക്ക് വെറൈറ്റി കൊണ്ടുവരണം. എല്ലാവരും ചെയ്യുന്ന പോലെ വീഡിയോ നമ്മളത് സ്ക്രോൾ ചെയ്ത് പോകത്തേ ഉള്ളൂ. വെറൈറ്റി എവിടെയാണോ അവിടേക്കാണ് ആളുകൾ നോക്കുക. അപ്പം ഒരു 15 സെക്കൻഡ് വീഡിയോക്ക് നമ്മളൊരു 1 മണിക്കൂർ നമ്മൾ അതിന്റെ പുറകെ കഷ്ടപ്പെടണം. കാണുമ്പോൾ ഒരു 15 സെക്കൻഡ് വീഡിയോസ് ആയിരിക്കും, പക്ഷെ ഒരു മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മളിതിന്റെ പുറകെ നടക്കും ഒരു 15 സെക്കൻഡിന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു 15 സെക്കൻഡ് വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മള് അറിയാതെ തന്നെ എഡിറ്റേഴ്സ് ആയി മാറും. അതെ വീഡിയോ എഡിറ്റ് ചെയ്യാം. ലോട്ട് ഓഫ് ഡ്യൂട്ടീസ് നമ്മൾ ഇതിന്റെ കൂടെ അതെ ചെയ്യുന്നുണ്ട്. അപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരുപാട് റീസെർച്ച് ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ടാവും, കുറെ ടൈം സ്പെൻഡ് ചെയ്ത്. പക്ഷെ അതിനൊന്നും നമുക്ക് ഒട്ടും ഒരു അക്സെപ്റ്റൻസ് കിട്ടില്ല. ആ അൽഗോരിതം വർക്ക് ചെയ്യുന്ന രീതി വളരെ ഡിഫറെന്റ് ആണ്. സോ യു തിങ്ക് സോ ലൈക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ചില കോണ്ടന്റ് ആയിരിക്കും ഭയങ്കരമായിട്ട് കയറുന്നത്. ഹൗ ഡു യു ലുക്ക് അറ്റ് ഇറ്റ്? അൽഗരിതം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചല്ല, മൊത്തത്തിലൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ബിയോണ്ട് അവർ കൺട്രോൾ. അപ്പൊ ഞാൻ നോക്കുന്നത് എന്റെ പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ആണ് ഞാൻ നോക്കുന്നത്. അൽഗരിതം അല്ല, അൽഗരിതം ഇല്ല എന്നല്ല, ബട്ട് സ്റ്റിൽ അൽഗരിതത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം നമുക്ക് ഇപ്പൊ ഒരു ഫ്ലഡ് വരുന്നു, നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ അൽഗരിതത്തിനെ അങ്ങനെ വെച്ചാൽ മതി. ആൻഡ് ലെറ്റ്സ് ഫോക്കസ് ഓൺ അവർ ഗ്രോത്ത്. ദാറ്റ് ഈസ് എ വെരി വാലിഡ് പോയിന്റ് കേട്ടോ. ബിക്കോസ് പീപ്പിൾ നൗ ഡേയ്സ് അതല്ല അവർ നോക്കുന്നത്. എന്നുവെച്ചാൽ അതുകൊണ്ടാണ് ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്റ്റഫ് കയറി പോകുന്നതും. ഈ എന്താ മറ്റേ അണ്ടർ റേറ്റഡ് അല്ല, ഓവർ റേറ്റഡ് സോറി. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ്. ബട്ട് ഐ തിങ്ക് വാട്ട് ഷീ സെഡ് ഇസ് എ വെരി വാലിഡ് പോയിന്റ്. നമ്മുടെ അൽഗോറിതം ഒരുപാട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കൂടുതലും ഇങ്ങനത്തെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആസ് എ സൊസൈറ്റി അല്ലെങ്കിൽ ആസ് എ വി കൻ ഗ്രോ. ദാറ്റ് ഈസ്. പിന്നെ വാട്ട് ഐ തിങ്ക് ഇസ്
ഇത്രയും കാലം ചെയ്തതിന്റെ ഒരു ഇതിൽ എക്സ്പീരിയൻസിൽ വാട്ട് ഐ ഫീൽ ഇസ് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കുറേ അതിനു വേണ്ടി മെനക്കെട്ട് കുറെ ദിവസങ്ങളോളം അതിന്റെ പിന്നാലെ നടന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു റീലും പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒരു പാട്ട് വിട്ടാല് ചിലപ്പോ അതായിരിക്കും. നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ ചിലപ്പോ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു വീഡിയോ നോക്കുമ്പോൾ അത് വളരെ റീച്ച് കുറവായിരിക്കും. കാരണം ആളുകളിൽ എത്തിപ്പെടുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് മില്യൺസ് വ്യൂസ് ആയിരിക്കും. അതാണ് ശരിക്കും ലോ എഫർട്ട് റീൽസ് കൂടുതലും വർക്ക് ആവുന്ന പോലെ തോന്നും. ഉണ്ടോ ചിലർ പറയാലോ ഇന്ന ടൈമിലായിരിക്കും കൂടുതൽ Never. ഇല്ല അല്ലെ. ഇപ്പം ടിക്ടോക്ക് തിരിച്ചു വരുന്നത് സ്പെക്യുലേഷൻസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അത് കൺഫേം ആയിട്ടില്ല. തിരിച്ചു വന്നാലും അത്രയും നമ്മൾ ഇന്ത്യയിൽ കൊടുത്ത ഒരു അക്സെപ്റ്റൻസ് തിരിച്ചും ആൾക്കാർ കൊടുക്കും. യാ, അൽഗരിതമിനെ പറ്റി പറയുകയാണെങ്കിൽ ടിക്ടോക്കിനെ പറ്റി ഡെഫിനറ്റ്ലി പറയണം. ഇൻസ്റ്റഗ്രാം അൽഗരിതം, യാ, ടു ബി സ്പെസിഫിക്കലി. ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റീച്ചും ഒരു വിസിബിലിറ്റിയും കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ബട്ട് ഇൻസ്റ്റഗ്രാമിന്റെ കേസിൽ അതേ അല്ല. ഇൻസ്റ്റഗ്രാമിൽ നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ റൈസ് ചെയ്യണമെങ്കിൽ അൽഗരിതത്തിനെ പറ്റി പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ ആര് വീഡിയോ ഇട്ടാലും നമുക്കൊരു ഈക്വൽ റീച്ച് കിട്ടും എന്നൊരു സ്പേസ് ആണ്. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വീഡിയോ ചെയ്യാനും ആക്ടിങ് എന്ന് പറയുന്ന എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഇനി എത്ര നമ്മളെയൊക്കെ ആൾക്കാർ എത്ര ഡിഗ്രേഡ് എന്ന് പറഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പെങ്കിലും പോയിട്ട് ഒരു പാട്ടിന് ലിപ്സിങ് ചെയ്യാത്ത ഒരു ആൾക്കാർ പോലും എനിക്ക് തോന്നുന്നില്ല ഉണ്ട്. ടിക്ടോക്ക് തിരിച്ചെത്തുന്നു എന്ന് പറയുന്ന വീഡിയോസ് വന്നപ്പോ തന്നെ അതിന് മില്യൺ വ്യൂസ് ആണ്. യാ, ന്യൂസ് വന്നപ്പോ തന്നെ മില്യൺ വ്യൂസ്. ഞാൻ തന്നെ ടിക്ടോക്കിലൂടെയാണ് വൈറലായത്. എനിക്ക് 5 or 6 മില്യൺസ് എങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ടിക്ടോക്കിലൂടെ പണ്ട് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാർ. ഈ 5 yearsൽ ടിക്ടോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തേനെ. ഫോറിൻ കൺട്രീസിലൊക്കെ ടിക്ടോക്ക് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ഒക്കെ കൊടുക്കും ടിക്ടോക്ക് ക്രിയേറ്റേഴ്സിന്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെയൊക്കെ ഇൻകം ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ആണല്ലോ, അതേപോലെ നമുക്ക് ടിക്ടോക്ക് ഒരു ന്യൂ പ്ലാറ്റ്ഫോം വരെയാണ്, നമുക്ക് ന്യൂ ഇൻകം സോഴ്സ് വരെയാണ്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയും ടിക്ടോക്ക് വന്നാലുണ്ട്. ശരിക്കും ഇൻസ്റ്റാഗ്രാമില് ഈ ഗിഫ്റ്റ്സും കൊളാബറേഷൻ മാത്രമല്ലേ റവന്യൂ വരുന്നത്? റവന്യൂ ഉണ്ട്, ബേസിക്കലി ഉണ്ട്. ബട്ട് യൂട്യൂബ് പോലെ കൺസിസ്റ്റന്റ് അല്ല, വല്ലപ്പോഴും ഇങ്ങനെ വന്ന് കിടക്കും. പക്ഷെ ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ആമിനന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നായകനിലൂടെ വന്നു, അതിനുശേഷം ഒരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ എന്തായാലും ഒരു പീരീഡ് ടൈമില്. പക്ഷെ ഇപ്പം ഈ കോണ്ടന്റ് ക്രിയേഷൻ ആൾക്കാർ ചെയ്തിട്ട് ഭയങ്കര ഫെമിലിയർ ആയി. ഇപ്പൊ കാണുന്ന ഫിലിംസിലൊക്കെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാർ ഏതെങ്കിലും ഉണ്ടാവും. സോ യു തിങ്ക് ഇപ്പൊ കുറച്ചുകൂടി ഈസി ആയി ആക്സസിബിലിറ്റി തോന്നുന്നുണ്ട്? ആക്സസിബിലിറ്റി ഓഫ് കോഴ്സ് എന്തായാലും കൂടിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ നമ്മളൊരു മൂവിയിലേക്ക് കയറണമെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഓഡിഷൻസ്. ഇതെന്ന് പറയുമ്പോ എന്നും ഇപ്പൊ ആൾക്കാർ ദേ എക്സ്പോസ് ടു ദ ക്യാമറ, ദേ ഡൂയിങ് ഇറ്റ് ഓൺ ആൻ എവറി ഡേ ബേസിസ്. ഇറ്റ് ഈസ് മോർ ഈസിയർ ഫോർ പീപ്പിൾ ഓൾസോ. ആൾക്കാരും അതങ്ങനെ ശീലിച്ചു, നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആക്സസിബിലിറ്റി ഇപ്പം ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അവർക്ക് ജസ്റ്റ് ഒരു ഇൻഡസ്ട്രിയോ ഒരു ഇതോ അല്ല, അവർക്കൊരു ഗ്ലോബൽ ആക്സസ് ആണ് കിട്ടുന്നത്. പല ഇൻഡസ്ട്രീസിൽ ഇഫ് യു പുട്ട് ഒരു കോണ്ടന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് അവൈലബിൾ ഓൾ അക്രോസ് ദ വേൾഡ്, വിച്ച് ഇസ് അവരുടെ ഹൊറൈസൺ കൂടിയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോൾ അത് പോസിറ്റീവ് ആണ്. ബട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതലും ഇപ്പൊ നമ്മളിങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടുതൽ ആക്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും പ്രൊഫഷണൽ ആക്ടേഴ്സ് ആയിരിക്കത്തില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു ഇത് ഫീൽ ചെയ്യാറുണ്ട്. ചെറിയല്ല, നല്ല രീതിയിലുള്ള വ്യത്യാസം തോന്നാറുണ്ട്. ബിക്കോസ് കാസ്റ്റിംഗിന്റെ കാര്യം വരുമ്പോൾ ഇപ്പൊ കൂടുതൽ പ്രൊഡക്ഷൻസ് നോക്കുന്നത് ഹൗ മെനി ഫോളോവേഴ്സ് ഡസ് ദിസ് പേഴ്സൺ ഹാവ്. ഇറ്റ്സ് നോട്ട് ഈവൻ ദാറ്റ് ഓക്കെ ഈ പുള്ളിക്ക് ഈ ക്യാരക്ടർ ചെയ്യാനുള്ള സ്കില്ലുണ്ടോ, ടാലന്റ് ഉണ്ടോ. പണ്ട് നമ്മൾ ഓഡിഷൻ ചെയ്യുന്നത് ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് ഓഡിഷൻസ് അങ്ങനെയല്ല നടക്കുന്നത്. ആൻഡ് ഓഡിഷൻസ് വെറുതെ മേ ബി ഫോർ നെയിം സേക്ക് ദേ വിൽ കീപ് ഓഡിഷൻസ്, ബട്ട് ദേ വിൽ ടേക്ക് പീപ്പിൾ ഹു ഹാവ് എ ലോട്ട് ഓഫ് ഫോളോയിങ് ആൻഡ് എൻഗേജ്മെന്റ് because they want promotion for their movie. ബിക്കോസ് ഇല്ല ഇനി പ്രോപ്പർ ആയിട്ടുള്ള തിയേറ്റർ ആക്ടേഴ്സിനെയും അല്ലാത്ത ആക്ടേഴ്സിനെയും എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ച് തന്നെ അവരുടെ പടം പ്രൊമോട്ട് ചെയ്യണം. സോ വൈ നോട്ട് കാസ്റ്റ് ദെം ഇൻ യുവർ മൂവി? മനസ്സിലായോ? ദാറ്റ് ഇസ് വാട്ട് ദേ ഡൂയിങ് റൈറ്റ് നൗ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദ മറ്റേ ക്രിയേറ്റീവ് സൈഡ് ഇസ് ഗോയിങ് ഡൗൺ. യാ, ബിക്കോസ് ആർട്ട് ആൻഡ് വാട്ട് യു സേ ഈ ബഡ്ജറ്റ് നമ്മുടെ മറ്റേ ഫുള്ള് നമ്മള് പൈസ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിന്റെ വാല്യൂ കുറയും. അതെ, പാഷനേറ്റ്ലി വരുന്ന ആൾക്കാരും ഇത് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഒരു അവർക്ക് കൊടുക്കാനുള്ള വാല്യൂ, അവരുടെ കോൺട്രിബ്യൂഷൻ കുറയും. ബിക്കോസ് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് കുറയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വെരി ഗുഡ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
ഇങ്ങനത്തെ കോണ്ടന്റ് That's what. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഓൾ ലൈക് ഹോളിവുഡ് ബോളിവുഡ് എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കൂടെ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ നിന്നിട്ട് പേഴ്സൺ ഹൂസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് യെസ്റ്റർഡേ ഓർ അത് നല്ലതാണ്, അവർക്ക് നല്ല കാര്യം തന്നെയാണെങ്കിലും ഒരു മൂവി ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും സം ഓഫ് ദ മൂവീസ് ആർ നോട്ട് കാസ്റ്റിംഗ് വെരി ഗുഡ് പീപ്പിൾ. അപ്പൊ അത് കാരണം ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിൽ ചിലപ്പോ മൂവി ഇതായില്ല എന്ന് വരാം, അല്ലെങ്കിൽ വേറൊരു കാസ്റ്റ് ആയിരുന്നു അത് ചെയ്തെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയാലും. അങ്ങനെ ഒരുപാട് പടങ്ങള് ഇപ്പൊ എല്ലാ പടങ്ങളും വിജയിക്കുന്നില്ല. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? വൈ ആർ നോട്ട് പീപ്പിൾ ഗോയിങ് ആൻഡ് വാച്ചിങ് മൂവീസ്? അങ്ങനെയൊക്കെ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് എ ഡ്രോബാക്ക്. പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടന്റ് ഇടുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇട്ടു, അപ്പം കുറച്ച് കോമന്റ്സ് വരും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ഗ്ലോറിഫൈ ചെയ്ത് പറയാണ്. അപ്പം കുറച്ച് ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. കാരണം ഈ അടുത്ത് ഞാൻ ഒരു ഷീസ് എ ഡാൻസർ ടു ഒരു റീൽ കണ്ടു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ വിച്ച് ഇസ് എ ഗുഡ് തിങ്, ലൈക്ക് അവർക്ക് അവരുടെ ചോയ്സ് ആണ്. പക്ഷെ കോമന്റ് ബോക്സസ് ലൈക്ക് ഓക്കെ യു ഹാവ് ടു ബി ലൈക്ക് ദറ്റ് ലേഡി, അല്ലെങ്കിൽ ഈ സ്ക്രോൾ നോക്കിയിരിക്കുന്ന വിമൻ മൊത്തം ഒന്ന് കണ്ടു പഠിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഒരു 100 ആൾക്കാരെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അതില്. അതുപോലെ തന്നെ ചില ടോക്സിക് ബിഹേവിയർ ഒക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അത് ശരിക്കും ഇങ്ങനെ ഒരു സ്പേസിൽ വന്ന് പറയുന്നത് വാട്ട് ഡു യു തിങ്ക്? എനിക്കത് റൈറ്റ് ആയിട്ട് തോന്നുന്നില്ല. ഞാൻ അതിനെതിരാണ്. അതെ. പിന്നെ ഐ ഹവ് സീൻ കോണ്ടന്റ് ലൈക്ക് ഗേൾസ് ചില പേരൊക്കെ ഇപ്പൊ അവര് ഹസ്ബൻഡിന്റെ കൂടെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഈ ഹസ്ബൻഡ് ചിലപ്പോ അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നിട്ട് ഇവര് വീഡിയോ ഇടുന്നത് എന്റെ ഇക്ക അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് നല്ലൊരു കാര്യമായിട്ട് എന്നിട്ട് എന്റെ ഇക്കക്ക് ഞാൻ തിന്നാൻ കൊടുത്തില്ലേ ചൂടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഭയങ്കര സന്തോഷത്തോടെയും വളരെ ഓക്കെ ആയിട്ട് പറയാ. അപ്പൊ എനിക്കത് കണ്ടിട്ട് എന്നാ തോന്നുന്നത്. പക്ഷെ അപ്പൊ അവരങ്ങനെ പ്രസന്റ് ചെയ്യണ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രക്ക് അവെയർ അല്ലാത്ത പെൺകുട്ടികൾ അതിലേക്ക് തന്നെ ആയിപ്പോവും. ബാക്കോട്ട് വലിക്കാൻ കഴിയില്ല നമുക്ക്. അതെ അതെ അങ്ങനെ വരും. അപ്പൊ അതൊരു നോർമലൈസ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് അട്ടർ ബുൾഷിറ്റ് ആണെന്ന് കുറെ പേർക്ക് അറിയാം, പക്ഷെ അറിയാത്ത ചിലരെങ്കിലും അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുമല്ലോ. ഐ തിങ്ക് അത് സത്യം തന്നെയാണ്. നോട്ട് ഓൺലി ദിസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുന്ന മാത്രല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വലിയ പ്രശ്നങ്ങൾ ചെയ്യുന്ന ലൈക് വലിയ വലിയ ക്രൈംസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇപ്പൊ ഫോളോവേഴ്സും അവരെന്ത് തോന്നിവാസം ചെയ്തിട്ടും അവർ വന്നിട്ട് എന്ന് പറയും. ആൻഡ് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ, ഐ തിങ്ക് ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ഈ ഫോളോവേഴ്സ് അവർക്ക് കൂടുതലുള്ളത് കാരണം പീപ്പിൾ തിങ്ക് ദാറ്റ് അവരെന്ത് പറഞ്ഞാലും ഒരു മെജോറിറ്റി അവരുടെ കൂടെ നിൽക്കുന്നത് കാരണം അവരെന്ത് പറഞ്ഞാലും അത് ആക്സെപ്റ്റഡ് ആണ്. ലൈക് they don't use their brains. Like okay അവര് കഞ്ചാവ് യൂസ് ചെയ്യണ ആൾക്കാര്, ഡ്രഗ് യൂസേജ് എല്ലാവർക്കും ഇത് സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ ആണത്. ഭയങ്കര ഇഷ്ടപ്പെടുന്ന വിഭാഗമുണ്ടല്ലോ, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. എങ്ങനെയാണ് അവർക്ക് ഇയാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത്? അതാണ് നമ്മൾ എന്താ കൊടുക്കുന്നത്. ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഹീസ് ഗെറ്റിംഗ് ലൈക് 30K ഫോളോവേഴ്സ്, ജയിലിൽ പോയി 2 ദിവസം അപ്പൊ അത് മാസ് ലെവലിലാ വരുന്നത്. അതെ അതെ എൻട്രി ഒക്കെ സ്ലോയിലൊക്കെ ഇട്ടിട്ട് ഇപ്പോ ഹൈക്കോർട്ട് വരെ പറഞ്ഞിട്ടുണ്ട്, അതായത് ട്രാൻസ് വിമൺ ആർ വിമൺ, നമ്മൾ അവരെ വിമൺ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ സൊസൈറ്റിയിൽ ഇപ്പോഴും ആ ഒരു ലേബിളില് അല്ല അറിയപ്പെടുന്നതും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നതും. സോ അതിനെ കുറിച്ച് എന്താണ് പറയാറുള്ളത്? കമന്റ്സിന് ഇപ്പോ ഇപ്പൊ എല്ലാരും റീച്ച് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ആ മകനായിട്ട് വീഡിയോ ചെയ്യുമ്പം അത് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ആക്ച്വലി ഞങ്ങൾ എങ്ങനെ താമസിക്കുന്നു അതിപ്പോ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവനൊരു വീഡിയോ എടുക്കുന്നതാണ്. ഞങ്ങൾ തമ്മിലെ ബോണ്ട് അങ്ങനെയാണ്. യെസ് അമ്മ മകൻ എന്നുള്ള ബോണ്ട് തന്നെയാണ്. പക്ഷെ കുറച്ച് സ്നേഹം കൂടുതലാണ്. പക്ഷെ ഇത് കാണുമ്പോൾ ഇപ്പൊ നമ്മളൊരു ട്രാൻസ് വുമൺ ആയതുകൊണ്ട് നമ്മുടെ കൂടെ സത്യത്തില് അതിലെ പകുതി ആൾക്കാർക്കും അതൊരു ട്രാൻസ് മെൻ ആണെന്ന് അറിയില്ല. ആക്ച്വലി ബോയ് ആണെന്ന് വിചാരിച്ചിട്ടാണ്. എന്റെ കൂടെ ഒരു ട്രാൻസ് വുമന്റെ കൂടെ ഒരു ബോയ് വന്നു കഴിഞ്ഞാൽ അവര് ഒരു സെക്ഷൽ റിലേഷൻ ആയിരിക്കും, വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ കമന്റ്സ് വരുന്നത്. പക്ഷെ നമ്മളതൊന്നും നോക്കാറില്ല. നമുക്ക് അങ്ങനെ ബാഡ് കമന്റ്സ് വരുന്നതനുസരിച്ച് റീച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ് റീച്ചിനെ സെലിബ്രേറ്റ് ചെയ്യോ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആക്ച്വലി നമ്മൾ നിയമപരമായിട്ട് നേരിടേണ്ടതൊക്കെ നേരിടും. പിന്നെ നമുക്ക് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കും,
കമന്റിലൂടെ റിപ്ലൈ കൊടുക്കേണ്ടതിന് അങ്ങനെ ചെയ്യും. പക്ഷെ ബാഡ് കമന്റ്സ് കണ്ടിട്ട് മാറിയിരിക്കൊന്നുമില്ല. കൊളാബറേഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതായത് ഇപ്പം ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് വരുമ്പോൾ നമുക്കറിയാം അത് ആഡാണ്, ഫ്രണ്ട് പേജിൽ മൊത്തം ഒരു ആഡ്. Yeah. ടെലിവിഷനിൽ കാണുമ്പോൾ നമ്മൾ അത് ആഡ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യം കൂടി കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുക. അപ്പം എങ്ങനെയാണ് അത് കൊളാബറേഷൻ ചെയ്യുമ്പോൾ ശരിക്കും കുറച്ച് എത്തിക്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല? എത്തിക്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ട്, ബാക്കിയുള്ളവർക്ക് ഉണ്ടെങ്കിൽ അറിയില്ല. പക്ഷെ ഞാൻ എനിക്ക് സെറ്റ് ചെയ്ത കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് ഇപ്പോ എനിക്ക് എപ്പോഴും സ്ഥിരം വരുന്ന ഒരു കൊളാബറേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ആണ്. അതെനിക്ക് എപ്പോഴും ഞാൻ തുടങ്ങിയ കാലം തൊട്ട് ഈ കാലം വരെ എനിക്ക് എപ്പോഴും വരണതാണ്. അപ്പൊ ഐ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഐ ഡോണ്ട് ടേക്ക് ദോസ് കൊളാബറേഷൻസ്. പിന്നെ അതുപോലെ ഇപ്പൊ ഗെയിമിംഗ് ആപ്സ്, ബെറ്റിംഗ് ആപ്പ്, അങ്ങനത്തെ സംഭവങ്ങള് ഞാൻ മാക്സിമം എടുക്കാതെ നോക്കും. മാക്സിമം എടുക്കാതെ ഐ ഡോണ്ട് ടേക്ക്. പിന്നെ അതുപോലെ ദർ ആർ ഫ്യൂ എത്തിക്സ് ഓഫ് മൈൻ. ഞാൻ അത് ചെയ്തെന്ന് എനിക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ച കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പൊ ഐ ഓൾവേസ് ശരിക്കും ഇത് കാണുന്ന ഓഡിയൻസിന് ഇതൊരു ആഡ് ആയിട്ട് മാത്രം കാണണം, അവരെങ്ങനെയാണോ ടെലിവിഷനിലും ന്യൂസ് പേപ്പറിലും കാണുന്നത് അതുപോലെ കാണണമെന്ന് പറയുന്നുണ്ടോ? ഞാൻ പറയുന്നത് അതായത് നമുക്ക് ഒരാള് ഒരു സാധനം ഇങ്ങനെ ഇതൊരു വെള്ളമാണെന്ന് പറയുമ്പോ അത് വെള്ളമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ എടുത്ത് കുടിച്ചു നോക്കൂ, എന്നിട്ട് മനസ്സിലാക്കൂ. അതായത് ലിറ്ററലി ഇങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു വിഷെടുത്ത് കുടിക്കണം എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഒരാളൊരു സാധനം പ്രസന്റ് ചെയ്യണ സമയത്ത് അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുമോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഡോണ്ട് ജസ്റ്റ് ബ്ലൈൻഡ്ലി ഗെറ്റ് ദോസ് പ്രൊഡക്ട്സ്. ഇപ്പൊ ഇഫ് യു ഹാവ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്കിൻ, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബോഡി, ഇപ്പൊ ഒരാളുടെ ഇപ്പൊ കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളുടെ ബോഡി ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ്, മേ ബി അത് നിങ്ങൾക്ക് ഇട്ടാൽ ചിലപ്പോൾ ചേരുണ്ടാവില്ല. അപ്പൊ ഡോണ്ട് ജസ്റ്റ് അസ്യൂം ദാറ്റ് അവരിട്ടതുകൊണ്ട് എനിക്ക് രസം ഉണ്ടാവും. ഡോണ്ട് ജസ്റ്റ് അസ്യൂം ദാറ്റ് അവരിട്ട ലിപ്സ്റ്റിക് എനിക്ക് ചേരും. ഡോണ്ട് ജസ്റ്റ് അസ്യൂം തിങ്സ്. അപ്പൊ നിങ്ങൾക്ക് യുക്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുക. അത്രേ. ഒരു ഡെർമറ്റോളജിസ്റ്റിനൊക്കെ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റില് പ്രൊഡക്ട്സ് ഇറങ്ങത്തില്ലല്ലോ. അതെ, ആ യുക്തി ഉപയോഗിച്ചായിരുന്നെങ്കിൽ നമ്മുടെ സൊസൈറ്റി നന്നായി. അതെ അതെ, അതേ യുക്തിയല്ലേ ആ 20 to 30K ആക്കിയത്. മുന്നേയൊക്കെ ഈ ലീഡേഴ്സ് മറ്റേ നമ്മള് റോൾ മോഡൽസ് ഒക്കെ ആയിട്ട് കാണുന്നത് ഓക്കെ മഹാത്മാഗാന്ധിനെ, മദർ തെരേസനെ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ജനറേഷൻ വന്നപ്പോ ഓക്കെ ഈ ഫുട്ബോളേഴ്സും ആക്ടേഴ്സും ആയി. അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ നമ്മുടെ റോൾ മോഡൽസ് പിള്ളേരുടെ എന്താ പറയുക ഈ ചുമ്മാ മറ്റേ വീഡിയോ ഗെയിമിംഗ് ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് ആ ലൈവ് ഇരുന്നിട്ട് ചുമ്മാ ലൈക്ക് സേ സംതിങ്, സേ വാട്ട് എവർ നോൺസെൻസ്, ആൻഡ് ദെൻ ചിലപ്പോ വേറെ കൺട്രീസിലുള്ള ആൾക്കാരായിട്ട് മറ്റേ വീഡിയോ ഇതുണ്ടാവും. എന്നിട്ട് അവരെന്തെങ്കിലും പറയും, ഇവര് ചിരിക്കും, മേ ബി ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കേഴ്സ് വേർഡ്സ് ആയിരിക്കും പറയുന്നത്. ഇതൊക്കെ പറയണ ഇങ്ങനത്തെ ആൾക്കാരെയാണ് ഇപ്പോഴത്തെ പിള്ളേര് ഐഡൽസ് ആയിട്ട് കാണുന്നത്. വേർ ആർ വി ഗോയിങ്? അതായത് ചില ലൈവിലൊക്കെ നമ്മൾ അതിന്റെ സ്നിപ്പെറ്റ് കാണുമ്പോ പെൺകുട്ടികളുടെ റീല് കണ്ടോണ്ടിരിക്കുകയാണ്, ആൻഡ് അതിനെ ഇങ്ങനെ കോമന്റ് ചെയ്യുന്നോണ്ടിരിക്കും, മോശം രീതിയിൽ ഒബ്ജക്ടിഫൈ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ആൻഡ് അതിനൊക്കെ പൈസ കൊടുക്കുന്നു. ഓക്കെ, യു ഗോട്ട് 200. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ആണുങ്ങള് സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നല്ലല്ലോ. അത് ഉള്ള കാലം തൊട്ട് ടീനേജേഴ്സിന്റെ കാര്യത്തിൽ അതായത് നമ്മൾ എങ്ങനെയൊക്കെയോ ഒരു നല്ല സൊസൈറ്റിനെ വാർത്തെടുക്കാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിമൻ എംപവർമെന്റും അത് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നന്നാക്കി കൊണ്ടുവരുന്ന സമയത്ത് വാട്ട് ദേ ഡൂയിങ് ഇസ് പിന്നെയും ബാക്കോട്ട് വലിക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ സംസാരിക്കാൻ വിചാരിച്ചു. കാരണം നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, ഇതാണ് എന്ന് പറയുന്നതിന് മുമ്പേ ഇമ്പാക്ട് ഭയങ്കരമായിരിക്കും. നമ്മുടെ ഇന്റൻഷൻ അതല്ലെങ്കിൽ ഇമ്പാക്ട് ഭയങ്കരമായിരിക്കും. അപ്പം ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് ആൻഡ് യു അപ്പോളജൈസ്ഡ്. അല്ല പറഞ്ഞോ, അതിനുശേഷം പറയാം. ഓക്കെ, അതൊരു ഫേക്ക് കോണ്ടന്റ് ആണെന്ന് പറഞ്ഞു, ആൻഡ് ദെൻ അങ്ങനെയാണ് ന്യൂസ് വന്നത്. സോ ശരിക്കും എന്താണ് അതില് ശരിക്കും സംഭവിച്ചത്? ഞാനൊരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനീഷ്യലി ഞാൻ ഈ സംഭവങ്ങൾ നടന്നതൊന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നു. ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കുമ്പോ there is a lawyer who has shared a post which is like അതിന് 56.8K എത്രയ്ക്കോ ലൈക്സും 20 എത്രയ്ക്കോ കമന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിലാണ് ഞാൻ അറിഞ്ഞത് ദറ്റ് നമ്മുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് അതിൽ ചിൽഡ്രൻ ഹാംഡ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ്. ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ. എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ ശരി, പക്ഷെ
എന്തിന് പിള്ളേര് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പെട്ടെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ചാടിക്കാറ്. അത് വെരിഫൈ പോലും ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ ഭാഗത്ത് വന്ന ആ ഒരു പ്രശ്നം. ബിക്കോസ് വെൻ ഐ സോ ഇത്രയും റീച്ചും ഇത്രയും ഇതിലും ഐ തോട്ട് ദാറ്റ് ഇസ് വാലിഡ്. ഈവൻ നൗ ദാറ്റ് പോസ്റ്റ് ഇസ് ദെയർ. അത് ഇപ്പോഴും റിമൂവ് ആയിട്ടില്ല, വേറെ ഒന്നും ഇതിലില്ല. വി ഹവ് നോ ദിസ് തിങ് ടു വെരിഫൈ ഇത് കറക്റ്റ് ആണോ ഇല്ല. അപ്പൊ ഞാൻ ഇത് കണ്ട സമയത്ത് ഐ വാസ് സോ ഡിസപ്പോയിന്റഡ് ദാറ്റ് ഐ ഷെയർഡ് ഇറ്റ് ആസ് മൈ സ്റ്റോറി. ഐ ഡിഡ്ന്റ് ഈവൻ പോസ്റ്റ് ഇറ്റ്. ഓക്കെ, ഐ ജസ്റ്റ് ഷെയർഡ് ഇറ്റ് ആസ് മൈ സ്റ്റോറി. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഗവൺമെന്റിന്ന് ദർ വാസ് എ ലീഗൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. ചിൽഡ്രൻ വർ നോട്ട് ഹാംഡ് എന്നുള്ള രീതിയിൽ ദാറ്റ് ഇവര് അറ്റാക്ക് ചെയ്തേക്കുന്ന ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാരെ മാത്രമായിരുന്നു എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് ലീഗലി റോങ് ഫോർ മീ ടു ഷെയർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ആഫ്റ്റർ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് വാസ് റിലീസ്ഡ് ഇമ്മീഡിയറ്റ്ലി ഐ ഹാഡ് ഡിലീറ്റഡ് ഇറ്റ്. ലൈക്ക് എനിക്ക് തോന്നുന്നു ആ സ്റ്റോറി കിടന്നത് 1-2 മണിക്കൂറാണ് കൂടിപ്പോയി കഴിഞ്ഞെങ്കിൽ. അപ്പൊ തന്നെ ഞാനത് സ്റ്റോറി ഡിലീറ്റ് ചെയ്തിട്ട് ഐ ഗേവ് എൻ എക്സ്പ്ലനേഷൻ that see I had shared this and this post and according to this thing it is not like that, so I apologize for sharing that. That is, I mean, because ഞാനത് വെരിഫൈ ചെയ്ത് ഷെയർ ചെയ്ത അപ്പൊ എന്റെ ഭാഗത്തു നിന്നുള്ള ഇതാണ്. I apologize for that. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ബിക്കോസ് I spoke about the country and I was ഇപ്പൊ ഞാൻ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. ആസ് എൻ ഇന്ത്യൻ വാട്ട് ഐ ഫെൽറ്റ് ലൈക്ക് നമ്മുടെ ഒരു കൺട്രി ഒരു വാറിലേക്ക് പോയാൽ എന്തായിരിക്കും ഉള്ള ഒരു അവസ്ഥ. ഇപ്പോഴത്തെ എക്കണോമിക് സ്റ്റേറ്റ് തന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. അത്രയും മോശപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ഇതൊരു നല്ല ഒരു ഇതല്ല. പിന്നെ മാത്രമല്ല ആ സമയത്ത് കുറെ കാര്യങ്ങളും ആൻസേഴ്സ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് എന്റെ തലയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. സോ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ സെഡ് ദാറ്റ് വാർ ഇസ് നെവർ ഒരു സൊല്യൂഷൻ എല്ലാത്തിനും. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് സിവിലിയൻസ് ആയിരിക്കും എന്നുള്ളതായിരുന്നു എന്റെ സ്റ്റേറ്റ്മെന്റ്. അത് ഞാൻ പറഞ്ഞതിന് ഇപ്പോഴും ഞാൻ എവിടെയും അപ്പോളജൈസ് ചെയ്യുന്നില്ല. ഐ ഡോണ്ട് റിഗ്രറ്റ് ഫോർ മേക്കിംഗ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് മറ്റേത് ലൈക്ക് ഐ ഹാഡ് ടു വെരിഫൈ ഇറ്റ്. പിന്നെ അത് പക്ഷെ ഞാൻ അത് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്ത പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഞാൻ പറയാത്ത കാര്യങ്ങൾ വെച്ചിട്ട് എന്നെ ഡീഗ്രേഡ് ചെയ്ത് ഡീഫെയിം ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നെഗറ്റീവ് PR പെയ്ഡ് ആയിട്ടുള്ള നെഗറ്റീവ് PR ഹേറ്റ് ക്യാമ്പയിൻ നടത്തി. എല്ലാ രീതിയിലും ലൈക്ക് ദർ വാസ് എ സിസ്റ്റമാറ്റിക് degradation that was happening എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇത്രയും കമന്റ്സ് ഫ്രം ഇത്രയും അക്കൗണ്ട്സ് ആൻഡ് ഓൾ ദോസ് അക്കൗണ്ട്സ് ഓഫ് ഫേക്ക് അക്കൗണ്ട്സ്. അപ്പൊ നമുക്ക് ആൻഡ് ദെൻ എന്റെ മറ്റേ ഇതിന്റെ ലിങ്ക്, എന്റെ പോസ്റ്റുകളുടെ, എന്റെ ഫോട്ടോസ്, ഇതിന്റെ ഒക്കെ ലിങ്ക് ഇവർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും ഗോ ആൻഡ് അറ്റാക്ക് ഹർ, ഗോ അബ്യൂസ് ഹർ മദർ, ഗോ അബ്യൂസ് ഹർ ഫാദർ എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവർക്കും മെസ്സേജ് അയക്കും. ദേ ഓൾ കം ടുഗെദർ. ഈ ലൈക്ക് മോർണിംഗ് ഇത്രയും തൊട്ട് നൈറ്റ് ഇത്രയും വരെ ഇങ്ങനെ മെസ്സേജ് ഫുൾ ഇത്. പിന്നെ മാത്രമല്ല എനിക്ക് ഇമെയിലിൽ ത്രെറ്റ് മെയിൽസ്, റേപ്പ് ത്രെറ്റ്സ്. there was a point when I received this thing that you can't receive any more emails എന്ന് പറഞ്ഞിട്ട് it was filled with rape threats and my family and I was really like scared. നമ്മള് ജെനുവൻ ആയിട്ട് ഈ കൺട്രിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞപ്പോ this is what happened. Yeah, I know it because ഞാനൊരു ബീഫ് വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോ ബിക്കോസ് നമുക്ക് ഇവിടെ എന്തും കഴിക്കാനുള്ള ചോയ്സ് ഉണ്ട്, യു ഡോണ്ട് ഹാവ് ദ ചോയ്സ് എന്ന് പറഞ്ഞപ്പം ഭയങ്കര വലിയൊരു സൈബർ അറ്റാക്ക് വന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ ഇപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആ ഒരു പേരിനെ കുറിച്ച് സംസാരിച്ചു. ഒബ്വിയസ്ലി ഓപ്പറേഷൻ സിന്ദൂർ ആ വേർമിലിയന് ബിക്കോസ് അത് സ്ത്രീകൾ ഇടുന്നത് അവർ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്, അതൊരു പേട്രിയാർക്കി കൊണ്ടുവരുന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു അതിന് അവര് ആ ലോക്ക് ചെയ്ത് പോയി അവരുടെ അവരിനെ തന്നെ ഇവരെല്ലാരും കൂടെ സൈബർ ബുള്ളി ചെയ്തു ഇവരുടെ പേര് വെച്ചിട്ട്. ദാറ്റ് ഇസ് സോ റോങ്. ഒരാള് അവരുടെ ഒരു ഫാമിലി പാർട്ട്ണറിനെ ലൂസ് ചെയ്തിട്ട് അവിടെ ഇതിൽ നിൽക്കുമ്പോ പുള്ളിക്കാരി ആകെ പറഞ്ഞത് ഓക്കെ അവിടത്തെ ആൾക്കാരെ ഹാം ചെയ്യരുത്, ദേ ഓൺലി ഹെൽപ് ഡസ് എന്ന് പറഞ്ഞതിന് അവരെ എടുത്തിട്ട് സൈബർ ബുള്ളി ചെയ്തിരിക്കുക. അപ്പോഴാണോ എന്നെ നിങ്ങളൊക്കെ സോ മീൻസ് ലൈക്ക് അതൊരു അതുകൊണ്ടാണോ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഐ മീൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ ഒരു ഗ്ലോബൽ ഇഷ്യൂ വരുമ്പോ അല്ലെങ്കിൽ ഒരു നാഷണൽ ഇഷ്യൂ വരുമ്പോ അധികം ആരും അതിന് റെസ്പോണ്ട് ചെയ്ത് കണ്ടിട്ടില്ല. അതായത് ഒരു സ്റ്റോറിയുടെ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു സിവിക് ഒരു രീതിയിൽ സംസാരിച്ച് കണ്ടിട്ടില്ല. അത് ഇതുകൊണ്ടായിരിക്കും ഒരു ബാക്ക്ലാഷ് പേടിച്ചിട്ടാണ് റിപ്പർക്കഷൻസ് എന്തൊക്കെയാണ് നല്ല പേടിയുണ്ട്. നമ്മള് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു റെസ്പോണ്ട് ചെയ്യൽ മാൻഡേറ്ററി ആണെന്ന് തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് അതായത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ
അത് അല്ലാതെ അതല്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർക്ക് ഇവരുടെ സൈഡ് ഒരു കാലത്തും മനസ്സിലാവില്ല. കാരണം അവരൊരു 100 ഫോളോവേഴ്സ് ഉള്ള പേജിൽ ഒരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളൊരു പേജിൽ നമ്മുടെ ലൈക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉള്ള പേജിൽ പോസ്റ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ആണ്, ടോട്ടലി ഡിഫറെന്റ് ആണ്. വി ഗെറ്റ് ഹേറ്റ് ഫ്രം ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പൊ ദേ ആർ തിങ്കിങ് ദാറ്റ് അവരെ പേജിൽ ഇട്ടിട്ട് എന്താ അവരിടുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് എന്താ ഇട്ടേ. പക്ഷെ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് രണ്ടിലും. അപ്പൊ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ദേ ഡോണ്ട് ഈവൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൈ കാണ്ട് യു പുട്ട്. ഞാൻ ഇടലൊക്കെ ഉണ്ട്, ഞാൻ തീരെ ഇടാതൊക്കെ ഇല്ല. ഞാനും ദർ ആർ ഇൻസ്റ്റൻസസ് വേർ we don't have the mental capacity to take the hate. അപ്പൊ ആ സമയത്ത് I don't put. ബിക്കോസ് പീസ് നമ്മള് മറ്റേ പണയം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പീസ് പണയം വെക്കാനുള്ള മെന്റൽ സ്പേസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് അത് തന്നെയാണ് സൈലൻസിങ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. ബിക്കോസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വേറെ എന്താ പറയാ, വേറെ സെലിബ്രിറ്റീസ് ആരും മിണ്ടാൻ പാടില്ല. മിണ്ടിയാൽ പ്രശ്നമാണ്, അവരുടെ കരിയർ എന്തെങ്കിലും പ്രശ്നമാണ്. ഞാന് നോക്കുന്ന ഈ പറഞ്ഞ പോലെ വാലിഡിറ്റി, നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് മുമ്പ് നമ്മളത് അത്രയും റിസർച്ച് ചെയ്യണം അക്കോർഡിംഗ് ടു മീ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ആദ്യമേ കയറി എന്റെ നിലപാട് പറയാതെ ലൈക്ക് എല്ലാം കൺഫർമേഷന് ശേഷം മിക്കതും ഇടാറുണ്ട്. ഇടാതിരിക്കാന്നുമില്ല. പക്ഷെ അങ്ങനെ ഇടുന്നത് കൊണ്ട് ആക്ച്വലി നല്ല രീതിയിൽ എഫക്ട് ആവുകയും ചെയ്യും. ബിക്കോസ് ഇത് കേട്ടപ്പോൾ എനിക്ക് പേടിയാവുന്നു. എന്റെ കരിയറിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഏറെക്കുറെ ഇറ്റ് ഹാസ് എഫക്റ്റഡ് സം പാർട്സ് ഓഫ് മൈ ദിസ് തിങ്. ബിക്കോസ് ആൾക്കാർ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അമ്മനെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഞാൻ അപ്പോഴാണ് എങ്ങനെ സംഭവം, ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ഇതുവരെയായിട്ട് ഏകദേശം 7 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് കുറെയൊക്കെ ആൾക്കാർ ഈ സംഭവം വന്നിട്ടാണ് എന്നെ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ ടേബോ ചെയ്യുമ്പോഴും കുറെ ആൾക്കാർ എന്താ പറഞ്ഞെന്നറിയാം, മമിത ബൈജു എന്ന് പറഞ്ഞ എന്നെ കണ്ടിട്ട്. ലൈക് ദേ ഡിഡ്ന്റ് നോ ആമിന നിജാം എന്ന് പറയുന്ന ഒരാള്, ദേ ഡിഡ്ന്റ് നോ ദാറ്റ് ഐ എക്സിസ്റ്റഡ്. 5-ാം പാതിരയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഐ ഹാവ് ഡൺ കുറച്ച് വർക്ക് ഒക്കെ. ഞാന് ഭീഷ്മപുരത്തിലുണ്ടായിരുന്നു, 5-ാം പാതിരയിലുണ്ടായിരുന്നു, പിന്നെ വേറെ ഇതായിരുന്നു ടേബോ. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങളാണ്. ബട്ട് എവിടെ പിന്നെ നായികൻ വാസ് ഓൾസോ ഒരു വൺ ഓഫ് ദ ടോപ്പ് ഷോസ് ആ ഒരു സമയത്ത്. പക്ഷെ ആൾക്കാർ അപ്പോഴും ഓക്കെ ഐ വാസ് എ ഫെമിലിയർ ഫേസ്, ബട്ട് ദെൻ പീപ്പിൾ ഡിഡ്ന്റ് നോ മൈ നെയിം. പക്ഷെ ഈ ഒരു സാധനം വന്നപ്പോ അത് അമിന നിജാം തന്നെയാണ്, അത് വേറെ ആരുമല്ല കേട്ടോ. ഞാൻ ചെയ്ത വർക്കിനൊന്നും എനിക്ക് ക്രെഡിറ്റ്സ് ഇല്ല. ഞാൻ ഹീറോയിനായിട്ട് പോലും ചെയ്ത ഒരു പടത്തില് they didn't put my credit, they didn't give me my credit, and ഒരു ബുക്ക് മൈ ഷോയിലോ ഒരു ഇതിലുണ്ടായിരുന്നില്ല. And then I had to go and yes of course during the promotion I came to know that it is not, my name is not there in the book my show list. വേറെ ഒരു ലിസ്റ്റിലും എന്റെ പേരില്ല. I was the heroine of the movie. And then I had to sit and talk to those people. ഞാൻ പ്രൊഡ്യൂസർ സംസാരിച്ച്, he was like അല്ല ഞാനല്ല ചെയ്ത് അവരല്ല ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കൈൻഡ് ഓഫ് ഒപ്രഷൻ ഉള്ളി. അപ്പം അങ്ങനെ പറഞ്ഞതിന് ശേഷം ഐ വാസ് ലൈക്ക് എനിക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റും, അവിടെ കിടന്ന് അടി ഉണ്ടാക്കി ഇതാക്കി. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. അപ്പൊ ഞാൻ ഇതിൽ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, ഹൗ ക്യാൻ ഐ add my name into this, how can I add it to the credits? And then he was like okay you'll have to ഇത്രയും ബയോഗ്രഫി ഇങ്ങനെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ മെയിൽ അയക്കുക, എന്നിട്ട് ഞാൻ അത് ഫോർവേഡ് ചെയ്യാം എന്നൊക്കെ രീതി പറഞ്ഞിട്ട് ഞാൻ ആ രാത്രി കുത്തിയിരുന്ന എന്റെ ഓൺ ബയോഗ്രഫി എഴുതിയിട്ട് അമിന നിജാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്റെ സ്വന്തം ബയോഗ്രഫിയും കാര്യങ്ങളും ഇരുന്ന് എഴുതിയിട്ട് പുള്ളിക്ക് ഫോർവേഡ് ചെയ്തു. പുള്ളി ആ ബുക്ക് മൈ ഷോവും ബാക്കിയുള്ള ടീംസിനും ഫോർവേഡ് ചെയ്ത് അങ്ങനെയാണ് എന്റെ സ്വന്തം ക്രെഡിറ്റ് ഞാൻ തന്നെ എടുക്കേണ്ടി വന്നു. IMDb-യിൽ എന്റെ പേരില്ല. IMDb-യുടെ ഇതിന്റെ അക്കൗണ്ട് ആരാണ് ഹാൻഡിൽ എന്ന് ചോദിച്ചപ്പോ ഏതോ ആള്, അയാളുടെ നമ്പർ ഞാൻ കണ്ടുപിടിച്ച് അയാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനാണ് ഹീറോയിൻ ഇട്. അങ്ങനെയാണ് എന്റെ this is what happened. അതെ yeah and this is what happened and then nobody knows me. Why? Because ഇതൊക്കെയാണ് പ്രശ്നം. And when you talk about something that is relevant in the society, you become like താനൊരു ആക്ടർ അല്ലേ, താൻ എന്തിനാണ് ഇത് സംസാരിക്കുക, യു നോട്ട് എ പൊളിറ്റീഷ്യൻ, വൈ യു ടോക്കിംഗ് അബൌട്ട് ദിസ്. എന്ത് പൊളിറ്റീഷ്യൻ ആയാൽ മാത്രമാണോ നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്? നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളും നമ്മള് വീട്ടിലുള്ള മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ നടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, നാഷണൽ അവാർഡ് വോട്ട് എല്ലാം കുളമായി കിടക്കും. Yeah, of course, me also. I'm a Muslim. Yeah. About against so-called political party, and then people call me Sudapian.
സുഡാ. ഞാൻ അതെ അതെ അതെ, ഐ സ്റ്റിൽ ഡോണ്ട് നോ അതിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷെ എന്റെ കമന്റ്സിൽ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഈ പരിപാടി. ദാറ്റ് ഈസ് നോട്ട് ഫെയർ. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോ നമുക്കൊരു ഇൻഫ്ലുവൻസോ നമുക്കൊരു പൊസിഷനോ ഒരു പവറോ എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ എന്റെ വിശ്വാസത്തില് വി ഹാവ് ടു യൂസ് ഇറ്റ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് അതേഴ്സ് ആൻഡ് ആർസെൽസ് എന്നുള്ളത്. പക്ഷെ അത് എത്തിക്സ് എന്താണ്, നമ്മൾ ആ എത്തിക്സ് ഹോൾഡ് ഓൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കരിയർ നമ്മൾ പേടിച്ചിട്ട് നമ്മുടെ ഫാമിലിയുടെ പീസ് നമ്മുടെ പീസ് പേടിച്ചിട്ട് യു ക്യാൻ സൈഡ് വിത്ത് ദി അതർ പീപ്പിൾ, ബട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് വാട്ട്? നാളെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തെറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തിരുത്തിയിട്ടുണ്ടെന്നുള്ള നാളെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് അതുണ്ടോ? ഒരു പ്രശ്നം എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് മാറുന്ന ആൾക്കാരുണ്ട്. ഓ ദിസ് ഇസ് ദ ട്രെൻഡ്, സോ ഓക്കെ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഈവൻ ഇഫ് പേഴ്സൺ ഇസ് ഒരു ഡ്രഗ് കേസിൽ ഇതായിട്ടുണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇങ്ങനെ ഒരു ഗെയിമേഴ്സ് ഇരുന്ന് എന്തെങ്കിലും അബ്യൂസീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണം എന്നാണ് ട്രെൻഡ്. ഈവൻ ഒരു അസോൾട്ട് വന്നു കഴിഞ്ഞാല് പെർപെട്രേറ്ററിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതായത് ഇത് ഫേക്ക് ആയിരിക്കും, അത് അതുകൊണ്ട് ആൾക്കാർ പുറത്ത് വന്ന് പറയാൻ വരെ പേടിക്കും. സൊസൈറ്റിക്ക് ഒരു ധാരണയുണ്ട്, നമ്മള് ഇപ്പൊ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ അവര് അഭിനയിച്ചാൽ മാത്രം മതി, അതെ ടീച്ചർ എന്ന് പറയുമ്പോ അവര് ടീച്ചിങ് ചെയ്താൽ മതി, എഡ്യൂക്കേറ്റ് എന്ന് പറയുമ്പോ അവര് കോടതിയിൽ പോയാൽ മതി എന്ന്. പക്ഷെ അതല്ലല്ലോ, നമ്മള് തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നവരപ്പൊ അവിടെ വിമർശിക്കപ്പെടുകയാണ്. ഇപ്പൊ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ ഇപ്പൊ ഇവര് ചെയ്ത കാര്യങ്ങള് അവിടെ അതുകൊണ്ടല്ലോ സൊസൈറ്റി ചൂഷണം ചെയ്തത്. അവര് അഭിനയിച്ചാൽ പോരെ, അവരെന്താ മറ്റു കാര്യങ്ങൾ ഇടപെട്ടു എന്നുള്ള ചർച്ച വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഡ്രസ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രമാണ്. അതെ അതെ. പക്ഷേ ആൾക്കാർ കോമന്റ് ചെയ്യാൻ നോക്കും, വെൻ യു വെയർ സംതിങ് ലൈക്ക് ദിസ് മോഡസ്റ്റ് ഡ്രസ് ഇടും, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇട്ടാൽ കൂടുതൽ. അതെ അതെ. ഇപ്പൊ സൊസൈറ്റിയിൽ ഇപ്പൊ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ കാര്യം തന്നെ എടുക്കാം, കമ്മ്യൂണിറ്റിയുടെ ബേസ് ചെയ്ത് എടുക്കാണ്. ഇപ്പൊ സ്ത്രീകൾ ഇടുന്ന ഡ്രസ്സ് തന്നെയാണല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോ ആ സ്ത്രീകൾ ഇപ്പൊ നിങ്ങൾ ഇടുന്നൊരു ഡ്രസ്സ് അവരിടുന്നൊരു ഡ്രസ്സ് നമ്മളിടുമ്പം അവിടെ വിമർശിക്കപ്പെടുകയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നു, ഇങ്ങനെ കുറച്ച് ക്ലീവേജ് കാണിച്ചിരുന്ന ഡ്രസ്സ് ഇട്ടാലോ, കൈ കാണിച്ചാലോ, കാല് കാണിച്ചാലോ അതവിടെ ചോദ്യം ചെയ്യപ്പെടും. നമ്മളെ കമന്റിലൂടെയും നേരിട്ടും വിമർശിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതേ ഡ്രസ്സ് ഒരു സ്ത്രീ ഇടുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പം സ്ത്രീ പിന്നെ ഡ്രസ്സിലും വേർതിരിവാണ്. സ്ത്രീകൾക്ക് ഇന്ന ഡ്രസ്സ് ഇടാവുന്നോ? അതെ, പ്രശ്നമുണ്ട്. കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി വിഭാഗമാണ്. അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡിസൈനർ ഇല്ല. ഇത് കോമൺ ആണ്, എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ്. അപ്പൊ അവിടെ തന്നെ നോക്കിയാൽ അറിയാമല്ലോ കാഴ്ചപ്പാടുകൾ. പേഴ്സണൽ കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ ഐ വോണ്ട് ടു ആഡ് സംതിങ്. men are so afraid of എന്താ പറയാ getting accused of fake cases. ഭയങ്കര ഈ ഇടയായിട്ട് എല്ലാരും പറയുന്ന ഫേക്ക് കേസ്. പക്ഷെ ഫേക്ക് കേസിന്റെതും പിന്നെ ഒറിജിനൽ റേപ്പ് കേസസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടത് എന്തിനാന്നുള്ളത് ശരിക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ ഫോക്കസ് എല്ലാവരും കൂടി അയ്യോ ആണുങ്ങൾ എന്താ ചെയ്യും അത് ഭയങ്കര. പക്ഷെ അത് ആണുങ്ങൾ ചെയ്യുന്നവരുണ്ട്, തെറ്റ് സംഭവിക്കുന്നതുണ്ട്. പക്ഷെ ഫോക്കസ് അവിടെ തീരെ കൊടുക്കണ്ടെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ദി amount of rape cases that is happening, അതിന്റെ കണക്ക് എടുക്കുകയാണെങ്കിൽ യു ഹാവ് ടു ഫിയർ അതിനെ. എവറി 4 minutes ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 5% ഫേക്ക് കേസ് വരുമ്പം ആളുകൾ പറയും, ഇപ്പം ഒരു ഗ്രീഷ്മ കേസ് എടുക്കാം, അത്രയും ദിവസം ഭക്ഷണം കൊടുത്ത ആൾക്കാർക്ക് അന്ന് മുതൽ വൈഫ് ജോക്സ് ഇറങ്ങാൻ തുടങ്ങും വാട്സാപ്പിൽ. അത് പിന്നെ ബാക്കിയുള്ള ഗേൾസിനെ എല്ലാം ഒറ്റയടിക്ക് സ്ലാം ചെയ്തുകൊണ്ട് സംസാരിക്കും. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് അവിടെ ഒരുപാട് റേപ്പ് കേസ് അവിടെ നടക്കുന്നില്ല. അതിനെ കുറിച്ച് ഓക്കെ ആണുങ്ങൾക്കെതിരായിട്ട് അപ്പൊ ആരും അങ്ങനെ സംസാരിക്കുന്നില്ല. സ്ത്രീകള് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഫെമിനിസത്തിനെ കുറിച്ചും ആ ജെൻഡറിന്റെ മൊത്തത്തിൽ അങ്ങോട്ട് ടാണി ചെയ്ത് സംസാരിക്കും. നിങ്ങൾ പേടിച്ചോളൂ. പക്ഷെ അതിൽ കൂടുതൽ പേടിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതും പേടിക്കൂ പ്ലീസ്. അതിന്റെ കൂടെ ഇപ്പം ഒരു മേർഡർ നടന്നാല് എല്ലാത്തിനും അപരാധികളും നിരപരാധികളും ഉണ്ടാവും. ഈ കേസിൽ വരുമ്പോഴും ഐ സീ ലൈക്ക് ദാറ്റ്. ഓക്കെ 2%, 5% ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ഈ 95% സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കിയുള്ള 5%-ലേക്കാണ് ആൾക്കാർ പോകും. അത് ഇറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ടു ദാറ്റ് 5%.